ഹരേ കൃഷ്ണ. സർവ്വശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സബിതാ മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി ഹരേ യോഗിനി കൃഷ്ണ. ദാസി മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ശ്രീരഞ്ജിനി മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്ഞാനാംബിക മാതാജി ഏത് ശ്ലോകമാണെന്ന് ഓർമ്മയുണ്ടോ? മാതാജി ഇന്ന് ആദ്യത്തെ ശ്ലോകം 4:25. 4:25. ആദ്യത്തെ ശ്ലോകം വായിച്ചോളൂ, ഞാൻ റെഡി സ്കന്ധം ആകും. 4. അധ്യായം 4, സ്കന്ധം 1, 25. വായിക്കട്ടോ? വായിക്കൂ വായിക്കട്ടെ. മാതാജി. എത്ര പ്രാവശ്യം പറയണം? അധ്യായം 25. സ്ത്രീ ശൂദ്ര ദ്വിജബന്ധുനാം ത്രയീന ശ്രുതിഗോചരാം കർമ്മശ്രേയസി മൂഢാനാം ശ്രേയായേവം ഭവേദിഹാം ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. സ്ത്രീ ശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചരാം കർമ്മശ്രേയസി മൂഢാനാം ശ്രേയായേവം ഭവേദിതാം ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. ശ്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചരാം കർമ്മശ്രേയസി മൂഢാനാം ശ്രേയായേവം ഭവേദിഹാം ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. ഹരേ കൃഷ്ണ. കൃഷ്ണ സബിത മാതാജി. ഹരേ കൃഷ്ണ. ശ്രീ ശൂദ്രദ്വിജബന്ധൂനാം ത്രയീണ ശ്രുതിഘോഷ കർമ്മ ശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമഖ്യാനാം കൃപയാ മുനിനാ കൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപത തർജ്ജമ ആർക്കാ വായിക്കാൻ പറ്റുന്നത്? ഇതുള്ള മാതാജിക്കേ ഉള്ളൂ. അപ്പൊ മാതാജി വായിച്ചു. ഞാൻ അബിയ മാതാജി. വായിക്കാം. ഹരേ കൃഷ്ണ. സ്ത്രീ വർഗം ശൂദ്ര തൊഴിലാളി വർഗം. മാതാജി ശ്ലോകത്തിന്റെ നമ്പർ, ശ്ലോകം ശ്ലോകത്തിന്റെ നമ്പർ 25, 4-ാമത്തെ ചാപ്റ്ററിലെ അധ്യായം 4, ശ്ലോകം 25. 1:4. സ്ത്രീ വർഗം, ശൂദ്ര തൊഴിലാളി വർഗം, ദ്വിജ ബന്ധു നാം ദ്വിജമിത്രങ്ങളുടെ ത്രയി 3 അല്ല ശ്രുതി ഗോചര മനസ്സിലാക്കുന്നതിനായി കർമ്മ പ്രവർത്തനങ്ങളിൽ ശ്രേയസി ക്ഷേമത്തിൽ മൂഢന്മാരുടെ ശ്രേയ പരമനന്മയ്ക്കായി ഏവം അപ്രകാരം ഭവേൽ പ്രാപ്തമായി ഇഹായ് അപ്രകാരം ചിന്തിക്കുന്നു. ഭാരതം ശ്രേഷ്ഠമായ മഹാഭാരതം ആഖ്യാനം ചരിത്ര സത്യങ്ങൾ കൃപയാ അതികൃപയാൽ മുനിയാൽ കൃതം പൂർത്തിയായി. വിവർത്തനം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചോളാം മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ ഇപ്പോഴാണ് റെഡി ആയത്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്ന കാര്യം, ഞാൻ വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് വിളിച്ചിട്ട് ഓടി വരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ ഈ 25-ാമത്തെ ശ്ലോകം നമ്മളിപ്പോ എവിടെയാണ് സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാരദ മുനിയുടെ ആഗമനം എന്നുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഈ ശൗനകാദി ഋഷികളുടെ ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സൂത ഗോസ്വാമി മറുപടി നൽകുന്നതായിട്ടാണല്ലോ, അല്ലേ? അത് തന്നെയായിരുന്നോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മള് ഈ പുരുഷോത്തമ മാസത്തിൽ നമ്മള് ഈ ശ്രീമദ് ഭാഗവതം വായിക്കുന്നതൊക്കെ തന്നെ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതും വലിയ കാര്യമാണ്. കാര്യം ഭഗവാൻ പുരുഷോത്തമനെ പറ്റി പുരുഷോത്തമൻ ശ്രീമദ് ഭാഗവതമായിട്ട് വിരാജിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഭാഗവതത്തെ ഒന്ന് സ്പർശിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാനൊരു സംശയം ചോദിച്ചോട്ടെ പ്രഭു? ഒരു സംശയം ചോദിക്കാൻ സമയമല്ല, ഞാൻ ചോദിക്കട്ടെ. പിന്നെ അതല്ല, ഈ നമ്മുടെ ഈ ഇസ്കോൺകാർക്ക് മാത്രമേ ഉള്ളൂ പുരുഷോത്തമ മാസം, വേറെ ആരും അങ്ങനെ അങ്ങ് ആചരിക്കുന്നില്ലല്ലോ പ്രഭു? നമ്മുടെ പ്രത്യേക ഒരു ഇതാണത്. ഇസ്കോൺകാർക്ക് മാത്രമല്ല, വൈഷ്ണവ സമ്പ്രദായങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതായത് ഏത് വൈഷ്ണവ സമ്പ്രദായത്തിലും അതുണ്ട്. ഉണ്ട്. വൈഷ്ണവ കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുരുഷോത്തമ മാസം വെച്ചിട്ടാണ് 3 വർഷം കൂടുമ്പോൾ. ഞാൻ അതിന്റെ ഒന്നാമത്തെ ഇതിൽ ക്ലാസ് എടുത്തപ്പോ ഞാനത് പറഞ്ഞിരുന്നു.
അപ്പം വിവർത്തനം, ഭാവാർത്ഥം, ഡിവൈൻ കേസ്, എ സി പറ്റി വേദാന്ത സ്വാമി ശ്രീല പ്രഭ, ജയ ശ്രീല പ്രഭ ജീവിതത്തിന്റെ നിയാമക ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നതിലേക്കായി ജനങ്ങളെ കഴിവുള്ളവരാക്കി തീർക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ബുദ്ധിപരമായി പരിചിന്തിക്കിയാൽ ശ്രേഷ്ഠ ഋഷി അദ്ദേഹത്തിന്റെ അപാര കൃപയാൽ ദ്വിജബന്ധുക്കൾക്ക്, ശൂദ്രർക്ക്, സ്ത്രീകൾക്കും വേണ്ടി മഹത്തായ ചരിത്രാഖ്യാനമായ മഹാഭാരതം രചിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഇപ്പം ഈ മാതാജി തന്നെ, ശ്രീരഞ്ജിനി മാതാജി, ഡോക്ടർ ശ്രീരഞ്ജിനി മാതാജി എന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അതിനുശേഷം നമുക്ക് വിശദമാക്കാം. ഹരേ കൃഷ്ണ മാതാജി. മാതാജി അവൈലബിൾ ആണോ? വായിക്കാൻ പറ്റും. കൃഷ്ണ ഓക്കെ. നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനമല്ലേ വായിക്കാൻ പറഞ്ഞ? ഭാവാർത്ഥം. ഭാവാർത്ഥം. ഓക്കെ. ഭാവാർത്ഥം ബൈ ഡിവൈൻ ഗ്രേസ് എ സി ഭക്തേന്ദ്ര സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ദ്വിജബന്ധുക്കൾ എന്നാൽ ബ്രാഹ്മണ കുലത്തിലും ക്ഷത്രിയ വംശത്തിലും വൈശ്യ കുടുംബത്തിലും അഥവാ ആധ്യാത്മിക സംസ്കാര സമ്പന്നമായ കുടുംബത്തിലും ജനിച്ചവർ. എന്നാൽ അവർ സ്വയം താന്താങ്ങളുടെ പൂർവികർക്ക് സമാനരല്ലാത്തവർ എന്നർത്ഥം. അത്തരം അന്തരഗാമികളെ പവിത്രീകരണം ആവശ്യമാകയാൽ അതേപോലെ അംഗീകരിക്കരുത്. ഒരു ശിശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ശുദ്ധീകരണ നടപടികൾ ആരംഭിക്കുന്നു. ബീജം പ്രദാനം ചെയ്യുന്ന ഉദ്ധാരണ കർമ്മത്തെ ഗർഭാധാന സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്രകാരമുള്ള ഗർഭാധാന സംസ്കാരം അഥവാ ആത്മീയ കുടുംബാസൂത്രണത്തിന് വിധേയനാകാത്ത ഒരാളെ യഥാർത്ഥ ദ്വിജ കുടുംബത്തിലെ വ്യക്തിയായി അംഗീകരിക്കരുത്. ഗർഭാധാന സംസ്കാരത്തെ പിന്തുടർന്ന് മറ്റ് പവിത്രീകരണ പ്രക്രിയകൾ, അതായത് അവയിൽ ഒന്ന് ഉപനയന കർമ്മം നടത്തുന്നു. ആത്മീയ ദീക്ഷാ സമയത്താണ് ഉപനയനം നിർവഹിക്കപ്പെടുന്നത്. ഈ സവിശേഷ സംസ്കാരത്തിന് ശേഷം ഒരാളെ യഥാർഹമായി ദ്വിജൻ എന്ന് വിശേഷിപ്പിക്കാം. ബീജം പ്രദാനം ചെയ്യുന്ന സംസ്കാരത്തെ ഒന്നാം ജന്മമെന്നും ആത്മീയ ദീക്ഷാ സ്വീകരണത്തെ രണ്ടാം ജന്മമെന്നും കണക്കാക്കുന്നു. അപ്രകാരമുള്ള പ്രധാന സംസ്കാരങ്ങൾക്ക് വിധേയനായ ഒരാളെ യഥാർത്ഥ ദ്വിജൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. മാതാപിതാക്കൾ ആത്മീയ കുടുംബാസൂത്രണം പാലിക്കാതെ വികാരത്താൽ മാത്രം ശിശുക്കൾക്ക് ജന്മം നൽകുന്നുവെങ്കിൽ അവരുടെ ശിശുക്കളെ ദ്വിജബന്ധുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ദ്വിജബന്ധുക്കൾ നിശ്ചയമായും പാരമ്പര്യ ദ്വിജ കുടുംബത്തിലെ ശിശുക്കളോളം വിവേകികളായിരിക്കില്ല. സ്വാഭാവികമായി അല്പജ്ഞാനികളായ സ്ത്രീകളുടെയും ശൂദ്രരുടെയും കൂട്ടത്തിൽ ദ്വിജബന്ധുക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശൂദ്രരും സ്ത്രീകളും വിവാഹ സംസ്കാര കർമ്മം ഒഴികെ യാതൊരുവിധ സംസ്കാര രക്ഷയ്ക്കും വിധേയരാകേണ്ടതില്ല. സ്ത്രീകൾ, ശൂദ്രർ തുടങ്ങിയ അല്പജ്ഞാനികളായ മനുഷ്യവർഗങ്ങളും ഉന്നത കുലജാതരായ അയോഗ്യരായ പുത്രരും അതീന്ദ്രിയ വേദങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നതിനാവശ്യമായ അവശ്യ യോഗ്യതകൾ ശൂന്യമാക്കപ്പെട്ടവരാകുന്നു. ആകയാൽ അവർക്കായി മഹാഭാരതം രചിക്കപ്പെട്ടു. വേദലക്ഷ്യ നിർവഹണമാണ് മഹാഭാരതത്തിന്റെ ഉദ്ദേശം. ആകയാൽ മഹാഭാരതത്തിൽ വേദസംക്ഷേപമായ ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അല്പജ്ഞാനികൾ തത്വശാസ്ത്രത്തെക്കാൾ അധികം താല്പര്യം കഥകളിൽ പ്രകടിപ്പിക്കയാൽ വേദ തത്വശാസ്ത്രത്തെ ഭഗവത്ഗീത രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്യുന്നു. വ്യാസദേവനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരേ ആത്മീയ തലത്തിലാകിയാൽ ഈ കലിയുഗത്തിലെ പതിതാത്മാക്കളുടെ നന്മയ്ക്കായി അവർ യോജിച്ച് പ്രവർത്തിക്കുന്നു. സർവ വേദവിജ്ഞാനങ്ങളുടെയും സാരാംശമാണ് ഭഗവത്ഗീത. ഉപനിഷത്തുക്കളെ പോലെ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യ ഗ്രന്ഥം ഭഗവത്ഗീതയാകുന്നു. വേദാന്ത ദർശനം ആത്മീയ ബിരുദധാരികളുടെ അധ്യയന വിഷയമാകുന്നു. ബിരുദാനന്തര ബിരുദം നേടിയ ആത്മീയ വിദ്യാർത്ഥിക്ക് മാത്രമേ ആധ്യാത്മികം അഥവാ ഭഗവത് ഭക്തിയുത സേവനത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് മഹത്തായ ശാസ്ത്രമാകുന്നു. ഉത്കൃഷ്ടനായ അധ്യാപകൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ സ്വയം ഭഗവാനാകുന്നു. ഭഗവാനാൽ അധികാരപ്പെടുത്തപ്പെട്ട വ്യക്തികൾക്ക് മറ്റുള്ളവരെ അതീന്ദ്രിയ ഭഗവത് പ്രേമയുത സേവനത്തിൽ ഉപനയിക്കാനാകും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ നമ്മൾ കണ്ടത് ഇവിടെ മഹാഭാരതത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. മഹാഭാരതം ആർക്ക് വേണ്ടിയിട്ട് ഉപദേശിക്കപ്പെട്ടു? അപ്പൊ ഒരുപക്ഷെ ചിലപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ മാതാജിമാരാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള മാതാജിമാരെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഇപ്പോൾ മാതാജിമാരൊക്കെ എന്താണ് പറയുന്നത്, ഫ്ലൈറ്റ് പറത്തുന്നു, അതുപോലെ തന്നെ എന്താണ് സ്പേസിൽ പോകുന്നു, ചന്ദ്രനിൽ പോകുന്നു, അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ഗതത്തിൽ പോകുന്നു, അതുപോലെ തന്നെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഒക്കെ നടത്തുന്നു. അതേപോലെ സ്ത്രീകള് എല്ലാ നിലയിലും പുരുഷന്റെ ഒപ്പം സമം ആകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അവരുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇനിയിപ്പോ ഒരേ ഒരു കാര്യം മാത്രമേ അവർക്ക് ഒഴിവാക്കാനുള്ളൂ. എന്താണ്? ഗർഭധാരണം കൂടി എന്താണ് പുരുഷന്മാർ ഏറ്റെടുത്താൽ കൊള്ളാം എന്നുള്ള
ക്ഷമിക്കണം കേട്ടോ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അല്ല നമ്മൾ ഈ സത്യമാണോ? ആ അപ്പൊ അതുകൂടെ കൂടി എടുക്കുകയായിരുന്നെങ്കിൽ എന്ന് വരെ വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. അത് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി പോകുമ്പോൾ കാണാമല്ലോ, ഓരോ സ്ത്രീകൾ അവിടെ നിന്ന് കുരയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞല്ലേ, നിങ്ങളെ പോലെയുള്ള നിങ്ങൾ ആരും പേഴ്സണലായിട്ട് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഇത് കേൾക്കുക. അപ്പം കാര്യം ഇത് വ്യാസ ഭഗവാൻ ആരാണ്? ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് അല്ലേ. അപ്പൊ വ്യാസ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് സ്ത്രീകൾ അല്പബുദ്ധികളാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ. അല്പബുദ്ധികളായിട്ട് അവരെ അധിക്ഷേപിച്ചല്ല. കാര്യം സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രന്മാർക്കും ഈ പറഞ്ഞ എന്താണ് ഈ വേദങ്ങളും തത്വസംഹിതകളൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അപ്പൊ അതുകൊണ്ട് ഈ വേദപഠനം ഒന്നും പണ്ട് എന്താണ് ഈ വേദപഠനവും അങ്ങനത്തെ കാര്യമൊന്നും സ്ത്രീകൾക്ക് അന്ന് തൊട്ടേ ഉപദേശിച്ചില്ല. അതുപോലെ തന്നെ ആകെപ്പാടെ അവർക്ക് എന്താണ് ഈ മരിക്കുമ്പോഴുള്ള ചടങ്ങിലോ, അതും മരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഒരു പുത്രൻ ഉണ്ടാകാനായിട്ട് എല്ലാവരും ജീവൻ കളയുന്നത് അല്ലെ. ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനയും. പുത്രൻ ഇല്ലെങ്കിൽ എന്താണ് കാര്യം? പിതൃക്കൾക്ക് ശാന്തി കിട്ടാതെ അലയേണ്ടി വരും. അതിനും എന്താണ് പുത്രനെ അവകാശമുള്ളൂ പിതൃകർമ്മം ചെയ്യാനായിട്ട്. അതുപോലെ ഭാര്യയ്ക്കോ പെമ്മക്കോ ആണെങ്കിൽ എവിടം വരെ പോകാൻ പറ്റും? ആ വാതിലിന്റെ അവിടം വരെ പോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഒരു അന്ത്യകർമ്മം നടത്തുമ്പം പോകാൻ പറ്റത്തില്ല. ആകെപ്പാടെ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കർമ്മം എന്താണ്? വിവാഹ കർമ്മം. വിവാഹ കർമ്മത്തിൽ മാത്രമേ സ്ത്രീകൾ പങ്കെടുക്കുകയുള്ളൂ അല്ലേ. അപ്പം ഈവൻ ബാക്കിയുള്ള ഒരു ചടങ്ങുകളിലും സ്ത്രീകളെ പങ്കെടുപ്പിച്ചിട്ടിരുന്നില്ല. കാര്യം എന്താണ്? അവർക്ക് അതിനുള്ള കാര്യം, അവർക്ക് അല്ലാതെ തന്നെ പ്രായോഗികമായിട്ടുള്ള ശാരീരിക അവസ്ഥകളുണ്ട്. പിന്നെ അവർക്ക് എന്താണ് ഈ അതിനുള്ള ഒരു തലച്ചോറ് ഭഗവാൻ കൊടുത്തിട്ടില്ല അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ. കാര്യം അതുകൊണ്ടാണല്ലോ എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള മനുസ്മൃതിയില് പ്രഭു നമ്മൾ കണ്ടത്. പ്രഭു പ്ര- പ്രഭു ഇവിടെ 2-3 പേര് മരിച്ചപ്പോ പെമ്മക്കളാ ചിതയിലെടുത്തോണ്ട് വെച്ചതും കർമ്മം ചെയ്തു. പെമ്മക്കള്. അതൊക്കെ അതെ മാതാജി, കലിയുഗത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുള്ള. ആൺമക്കൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും കർമ്മം ചെയ്തല്ലേ പറ്റുള്ളൂ ചടങ്ങിന്. ആൺമക്കള് അപ്പൊ നമ്മൾ അത് പോയിന്റിലേക്ക് വരാം. ഞാൻ എന്നെ പറയാനിരിക്കുന്ന ഒക്കെ വിട്ടുപോകാം മാതാജി. അവസാന സംശയങ്ങളൊക്കെ നമുക്ക് പറയാം പെട്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാൻ ഓ വന്നിരിക്കുന്നത് വിട്ടുപോകും. ഓക്കെ, ഞാൻ ഇതിൽ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകാം. അപ്പൊ ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹരകൃഷ്ണ അപർണ മാതാജി. അപ്പൊ ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ജന്മം കിട്ടിയ ആളെന്നാണ് പറയുന്നത്. അതായത് അല്ലാത്തവരൊക്കെ എന്താണ്? ദ്വിജ ബന്ധുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജന്മം. അപ്പൊ ആദ്യത്തെ ജന്മം എങ്ങനെയാണ്? നമ്മള് ഒരു വൈഷ്ണവർ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണര് ഏത് രീതിയിലായിരിക്കണം? എന്താണ് വിവാഹം കഴിയുമ്പോൾ മുതൽ എന്താണ് ചെയ്തിട്ടാണ്, ഹോമകുണ്ഡത്തിന് മുന്നിൽ അഗ്നിയെ സാക്ഷിയിരുത്തി നെയ്യെല്ലാം ഒഴിച്ച് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു ഒരു സ്ത്രീയെ സ്വന്തമാക്കുന്നത്. അതിനുശേഷം എന്താണ് ഒരു ഗർഭോദാന സംസ്കാരം എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവര് അതുപോലെ ബ്രാഹ്മൺസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഗർഭോദാന സംസ്കാരം, നല്ല ഒരു പുത്രൻ ഉണ്ടാകാനായിട്ട് ശാന്തി മുഹൂർത്തം ഒക്കെ കുറിച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പുത്രനാണ് 1-ാം ജന്മം. ആ ഒരു പുത്രൻ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്ന ആ പുത്രനാണ് 1-ാം ജന്മം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ബ്രഹ്മത്തെ പറ്റി പഠിച്ച് ആധികാരികമായിട്ട് എന്താണ് ഈ ഉപനയനം എന്ന് പറഞ്ഞ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്തു? 2-ാമത്തെ ജന്മം അവിടെ തൊട്ട് തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ ഈ ജന്മം വന്നു. അങ്ങനെയാണ് ദ്വിജൻ എന്ന് പറയുന്നത്. അല്ലാത്തവരൊക്കെ എന്താണ്? ബ്രാഹ്മണ ബന്ധു അല്ലെങ്കിൽ ദ്വിജ ബന്ധു എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ സ്വന്തം താല്പര്യപ്രകാരം എന്താണ് ഒരു പുത്രനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? നമ്മളുടെ സ്വന്തം എന്താണ് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം ആണ് ഒരു പുത്രോത്പാദനം നടക്കുന്നുവെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? അത് ഈ പറയുന്ന സംസ്കാരത്തിൽ പെട്ടതല്ല. അപ്പൊ ഉപനയനമാണ് 2-ാമത്തത്. അതായത് നമ്മളിപ്പോ ഇസ്കോണില് അതുപോലെയുള്ള വൈഷ്ണവ സമ്പ്രദായങ്ങളിലും ഈ പറയുന്ന ബ്രാഹ്മണിക് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1-ാം ഇനീഷ്യേഷൻ എന്ന് പറയുന്നു അല്ലെ. 1-ാമത്തെ ഇനീഷ്യേഷൻ, ഫസ്റ്റ് ഇനീഷ്യേഷൻ, തുടക്കം അല്ലെ. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. അതിനുശേഷം 2-ാമത്തെ ഇനീഷ്യേഷൻ എന്താണ്? ബ്രാഹ്മണിക്ക്. അപ്പൊ പൂണൂലൊക്കെ തരും, ഉപനയനൊക്കെ തരും, ഹോമമൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് പൂണൂലൊക്കെ ഇട്ട് ഗായത്രി തരും ആ സമയത്ത്. അതായത് നമ്മുടെ ഗുരു ആരാണോ ആ ഗുരു ഗായത്രി തരും. അപ്പം ഇതൊക്കെ ഇത് ചെയ്യുന്നതിനൊക്കെ എന്താണ് ഒരു പ്രത്യേക ആ ഒരു രീതിയും ചടങ്ങുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ സംസ്കാരം, ഗർഭോദാന സംസ്കാരമാണ് ആധ്യാത്മികമായിട്ട് ഫോളോ ചെയ്ത് പോരുന്നത്. നമ്മളുടെ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്ത് പോരണം. അങ്ങനെ തന്നെ പോരണം. അല്ലാതെ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്
ചെയ്യുന്ന ഒരു കർമ്മമല്ല ഇത് എന്നുള്ളത് വ്യക്തമായല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രൻ എന്തായിരിക്കും? ആധികാരികമായിട്ടുള്ള വേദങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയ ജ്ഞാനമുള്ള ആളായിരിക്കും. അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്ന അവർക്ക് എന്താണ് നമ്മള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബുദ്ധി അത്രയ്ക്കും വികാസം പ്രാപിച്ചിട്ടില്ല. പിന്നെ അവരുടെ പല പല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു അമ്മ എന്നുള്ള ഒരു ലെവലിൽ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വളരെ ഉയർന്ന സ്ഥാനമുണ്ടെങ്കിലും അമ്മയുടെ സ്ഥാനം വളരെ വലുതാണല്ലോ. ആദ്യത്തെ ഗുരുവാണ് അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഗുരുവാണ് അല്ലെ. ആ ലെവലിൽ നോക്കുമ്പോൾ അവരുടെ സ്ഥാനം ഒരുപാട് വലുതാണെങ്കിൽ ഇതുപോലെയുള്ള വേദങ്ങൾ ഉപനിഷത്തുകൾ ഭൗതികപരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിലും അവര് പുറകോട്ടായത് കൊണ്ട് തന്നെ എന്താണ് ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും ഈ പറയുന്ന ജ്ഞാനങ്ങളൊക്കെ നിഷിദ്ധമായതുകൊണ്ട് വേദവ്യാസ മുനി എന്ത് ചെയ്തു? മഹാഭാരതം രചിച്ചു കഥകളുടെ രൂപത്തില് ഇവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അതായത് സ്ത്രീകളെ അടച്ച് ആക്ഷേപിക്കുന്നതല്ല, ഈ പറയുന്ന ഇത് മനസ്സിലാകാവുന്ന ലെവലിൽ അവരുടെ തലത്തിൽ എഴുതി എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് 6ാമത്തെ പർവ്വത്തിൽ കുറച്ച് വേദത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഭഗവത്ഗീത അവിടെ തിരികെ കയറ്റി. കാര്യം എന്താണ്? ഈ കഥകളൊക്കെ പറഞ്ഞല്ലെങ്കിൽ ഭഗവത്ഗീത മാത്രമായിട്ട് തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് വായിക്കുമോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഭഗവത്ഗീത കൊണ്ടുപോയി വെച്ചു. ഏത്? മഹാഭാരതത്തിന്റെ. അപ്പം ഈ മഹാഭാരതം കഥകളായിട്ട് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ബുദ്ധിയുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രന്മാർക്കും അതുപോലെ മറ്റുള്ള ജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന്റെ ഭാവാർത്ഥം നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം, നമുക്ക് സമയം കുറവായതുകൊണ്ടും ഞാൻ താമസിച്ച് തുടങ്ങിയത് കൊണ്ടും ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാവാർത്ഥം നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. അപ്പൊ അതിനെപ്പറ്റിയുള്ള തത്വങ്ങൾ അതിൽ എന്താണ് ശ്രീല പ്രഭുപാദരും അല്ലെങ്കിൽ വേദവ്യാസ മഹർഷിയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമുക്കിന്ന് ശ്ലോകം കൂടുതലുള്ളതാണ്. ഞാൻ ഓർത്ത് പുരുഷോത്തമ മാസത്തിന്റെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ സമയമില്ല. എന്ന് അൺഫോർച്ചുനേറ്റ്ലി 10 മിനിറ്റ്സ് താമസിച്ചു. അപ്പൊ ഹരേകൃഷ്ണ, ഈ രാധിക മാതാജി സ്വാഗതം വീണ്ടും സത്സംഗത്തിലേക്ക്. ശ്ലോകം 28. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ശ്ലോകം 26. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ സർവാത്മകേനോപി യദാ നാദുഷ്യധ്യാദയം തദഹാം. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ സർവാത്മകേനോപി യദാ നാദുഷ്യധൃദയം തദഹാം. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാം സർവാത്മകേനാപി യദാ നാദുഷ്യധ്യാദയം തദഹാം. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. ഏവം പ്രവർത്യസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ സർവാത്മകേനാപി യദാ നാതുഷ്യത് ഹൃദയം തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. മാതാജി ശ്ലോകം എടുത്തിട്ടില്ലയോ? കൃഷ്ണ ഏതാണ് പറയൂ. ശ്ലോകം 26, 4ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 26. മാതാജിയുടെ വിശേഷങ്ങൾക്ക് പിന്നെ ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. എന്റെ അടുത്ത് ഭാവാർത്ഥം ഇല്ല, ഞാൻ ആ ബുക്ക് ഉള്ളിലാണ്, ഞാൻ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ സർവാത്മകേനാപി യദാ നാദൃശ്യഹൃദയം തദാ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. ഏവം അപ്രകാരം പ്രവൃത്തസ്യ വ്യാപൃതനായവർ സദാ നിരന്തരം ഭൂതാനാം ജീവസത്തക്കളുടെ ശ്രേയസി പരമാത്മ നന്മയ്ക്കായി ദ്വിജ അല്ലയോ ദ്വിജ സർവാത്മകേന അപി എല്ലാ പ്രകാരത്തിലും യഥാ എപ്പോൾ അല്ല അതുഷ്യൽ സംതൃപ്തനായി തീരുന്നു ഹൃദയം മനസ്സ് തഥാ അന്നേരം. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് CSC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. അല്ലയോ ദ്വിജ വിപ്രന്മാരെ, സർവമാന ജനങ്ങളുടെ സർവക്ഷേമത്തിനായി സ്വയം വ്യാപൃതനായി ഇരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് സംതൃപ്തമായില്ല. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. നമുക്ക് ഭാവാർത്ഥം നമുക്ക് ആരോടാ ചോദിക്കുന്നത്? ഞാൻ അഭിയ മാതാജി. ഭാവാർത്ഥം ജയശ്രീല പ്രഭാവ് KJ. സാമാന്യ ജനങ്ങളുടെ സമഗ്രക്ഷേമത്തിനായി അമൂല്യങ്ങളായ വേദസാഹിത്യങ്ങൾ രചിച്ചുവെങ്കിലും വ്യാസദേവൻ സ്വയം സംതൃപ്തനായില്ല.
അവ്യതമായ സമ്പൂർണ്ണ പ്രവർത്തനത്താൽ അദ്ദേഹം സംതൃപ്തനാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും പരമമായി അദ്ദേഹം പൂർണ്ണ സംതൃപ്തനായില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ആദ്യം മുതൽ കണ്ടതാണ്, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുമാണ്. ഏറ്റവും ആദ്യത്തെ ഭാഗവത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, വേദവ്യാസ മുനിക്ക് ഈ പറയുന്ന 17 പുരാണങ്ങളും അതുപോലെ ഈ വേദങ്ങളും എല്ലാം രചിച്ചിട്ടും 4 വേദങ്ങളും ഒക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരു സംതൃപ്തി ഉണ്ടായില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമുക്ക് മനസ്സിൽ എപ്പോഴും സംതൃപ്തി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ശരിക്കും പരമായൊരു സംതൃപ്തി, ആത്മാവിന് സന്തോഷം ഉണ്ടാകുന്നത് ഭഗവാൻ എപ്പോൾ സന്തോഷം ഉണ്ടായാൽ അപ്പോഴും നമുക്ക് ഭഗവാന്റെ അംശമായ നമ്മളുടെ ജീവാത്മാക്കൾക്കും എന്താണ് ആനന്ദമുണ്ടാകും അല്ലെ? അപ്പം പരമാത്മാവിനുണ്ടാകുന്നത് ആനന്ദാതിരേകമാണ്. അത് പ്രേമം അല്ലെങ്കിൽ എന്താണ് അത്യധികമായിട്ടുള്ള ആനന്ദം എന്നുള്ള ഒരു അനുഭൂതിയാണ് പരമാത്മാവിനുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു അനുഭൂതി ആർക്കുണ്ടാകും? സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് ആത്മാവ്, നമ്മുടെ ജീവാത്മാവ്. അപ്പൊ ആ ജീവാത്മാവിന് അത് പകർന്നു കിട്ടാതിരിക്കത്തില്ല. കാര്യം മമേവാംശ ജീവലോക ജീവഭൂത സനാതന. നമ്മൾ 15ാമത്തെ അധ്യായത്തിൽ മനഃ ഷഷ്ടേന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ നമ്മളിപ്പോ പുരുഷോത്തമ യോഗത്തില് എല്ലാവരും പുരുഷോത്തമ മാസത്തിൽ ആ ഒരു 15ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം വായിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലായി, നമ്മൾ പരമ ദിവ്യോത്തമ പുരുഷന്റെ അംശങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോൾ സംതൃപ്തി ഉണ്ടാകുന്നു അപ്പോഴാണ് ശരിക്കും നമ്മളുടെ ആത്മാവിനും ആ ആനന്ദത്തിന്റെ ഒരു അംശം കിട്ടുന്നത്. ഭഗവാന് ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന ഈ അടുത്ത നാളെ ഞാൻ ഒരു ഡിവോട്ടിയോട് പറഞ്ഞു, എന്താണ്, ഞാൻ വലിയ കാര്യത്തിലാണ് പറഞ്ഞത്. ഞാനിങ്ങനെ പൊങ്ങച്ചടിക്കുന്ന ആളാണല്ലോ, ഇങ്ങനെ സ്വമേധയാ അല്ലെ, നമ്മളെ തന്നെ പറ്റി പുകഴ്ത്തുക, ഞാൻ ഇത്ര ക്ലാസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആൾക്കാരോട് പറയാൻ, നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ എന്നുള്ള ആ ഒരു വിചാരം, നമ്മൾ ഇത്രയും ക്ലാസ് എടുത്ത് നമുക്ക് പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി. അപ്പൊ വേറൊരു കാര്യം മാത്രം ആരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ എവിടെ പോയി? കാര്യം നമ്മളുടെ അതിന്റെ ആ ഒരു പൊട്ടൻസി കുറവ്, അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ വിട്ടുമാറാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നന്നാവാത്തത് കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ആൾക്കാർ തനിയെ ഒഴിവായി പോകുന്നത്. അത് വേറൊരു കാരണം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ആകെപ്പാടെ എനിക്ക് ഉറക്കം തൂങ്ങാതിരിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അത് ഈ ക്ലാസ് എടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് കാണും, ഞാൻ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത് ഈ ക്ലാസ് എടുക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ക്ലാസ്സും പ്രിപ്പയർ ചെയ്തിട്ടല്ല വരുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാൻ ഈ ശ്ലോകം വായിക്കുന്നതും. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കാം, പക്ഷെ അത് തന്നെയാണ് പരമസത്യം എന്ന് പറയുന്ന കാര്യം. സത്യം പരം ധീമ, ഈ പരമസത്യം. ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണിത് വായിക്കുന്നതും ഇത് മനസ്സിലാക്കുന്നതും. കാര്യം അതുകൊണ്ട് എനിക്ക് അറിയാം, എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ആകെ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ. കാര്യം ക്ലാസ് എടുക്കുന്ന സമയത്ത് മായ എവിടെയോ ഓടി മാറുന്നു, നിദ്രാദേവി എവിടെയോ ഒളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വായിക്കുവോ അല്ലെങ്കിൽ ലെക്ചറൊക്കെ കേട്ട് എനിക്കിരിക്കാൻ പറ്റും. ടിവിയിലൊക്കെ ഓണാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഏതെങ്കിലും പ്രഭുക്കന്മാരുടെ ലെക്ചേഴ്സ് ഒക്കെ അങ്ങ് കേൾക്കും. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ തോണ്ടി. പക്ഷെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിദ്രാദേവി വന്ന് എന്ത് ചെയ്യും, വളരെ നല്ല രീതിയിൽ നമ്മളെ തലോടി ആശ്വസിപ്പിച്ചിട്ട് പോകും, അങ്ങ് ഉറങ്ങും. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറയും, എനിക്ക് ആകെ പ്ലഷർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ക്ലാസ് എടുക്കുമ്പോൾ മാത്രം. ആ ഒരു നിമിഷമാണ് സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ചുറ്റും കാണുന്നത് ഇന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് മുമ്പിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, പ്രഭു ഒരിക്കലും അങ്ങനെ പറയരുത്. പ്രഭുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേൾവിക്കാരില്ലാതെ പോകുന്നതും അതുപോലെ തന്നെ അവർക്കും ആ ഒരു എൻജോയ്മെന്റ് കിട്ടാത്തതെന്ന്. പ്രഭു ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ തീർച്ചയായിട്ടും ഓഡിയൻസും ഉണ്ടാകും, അവർക്ക് സന്തോഷമാകും, ഭഗവാന് സന്തോഷമാകും. അപ്പൊ പ്രഭുവിന് അതിൽ നിന്ന് പകർന്നു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം എന്നോട് തിരുത്തി തന്നു. അങ്ങനെ ഇനി ആരോടും പറഞ്ഞു പോകരുത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആകെപ്പാടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ റിലീഫ് ആകുന്നുള്ളൂ. മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കൂടുതൽ പറയാനായിട്ട് ഒരു ഇൻട്രസ്റ്റും, ഞാൻ അങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഈവൻ പ്രിപ്പയർ പോലും അല്ലാതെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് അങ്ങ് പറഞ്ഞു പോകും.
അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ തിരുത്തി. അപ്പൊ അതിപ്പോ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? വ്യാസദേവന് സന്തോഷം വരാഞ്ഞത് എന്തുകൊണ്ടാണ്? വ്യാസദേവൻ എന്താണ് ഈ ഭഗവാനെ പറയുന്ന തൃപ്തിപ്പെടുത്തിയില്ല. തത്വങ്ങളും എല്ലാം പറഞ്ഞു. ഈ തത്വങ്ങൾ എല്ലാം ഭഗവാനിൽ നിന്ന് വന്നാണ്. ഈ വേദങ്ങളും തത്വങ്ങളും അതെല്ലാം ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നാണ്. പക്ഷെ ഭഗവാന്റെ പേര് പറയുന്നില്ല. ഭഗവാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഭഗവാന്റെ പേര് ആരാണ് ഭഗവാൻ എന്ന് വ്യാസദേവൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പേര് പറഞ്ഞിട്ടില്ല. ഇന്നയാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാകും. പിന്നെ തുടർന്ന് അവിടെ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഒറ്റ മിനിറ്റ്. ശ്ലോകം 27 വായിച്ചു. എന്താ കാര്യം? ഞാൻ ക്ലാസ്സിലാണ്. എന്താ കാര്യം എന്ന് പറയൂ. വായിക്കണോ പ്രഭു? ഏ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ എന്തായാലും മേടിച്ചോളൂ. രാധിക മാതാജി വായിച്ചോളൂ ശ്ലോകം 3 times. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. നാദിപ്രസീദത്വദയ സരസ്വത്യാസ്തടേഷു ചോ വിതർക്കയൻ വിവിക്തസ്ഥ ഇദം പ്രോവാച ധർമ്മവേദ്. നാദിപ്രസീദത്വദയ സരസ്വത്യാസ്തടേഷു ചോ വിതർക്കയൻ വിവിക്തസ്ഥ ഇദം പ്രോവാച ധർമ്മവേദ്. നാദിപ്രസീദാധൃതയ സരസ്വത്യാസ്തടേഷു ചോ വിതർക്കയൻ വിവിക്തസ്ഥ ഇദം പ്രോവാച ധർമ്മവേദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. ന അല്ല അതിപ്രസീതൽ അത്യധിക സംതൃപ്തനായി ഹൃദയത്തിൽ സരസ്വതി നദിയിൽ തടേ തീരത്ത് ശുച പരിശുദ്ധനായി തീരാൻ വിതർക്കയൻ പരിഗണിച്ചുകൊണ്ട് വിവിക്തസ്ഥ ഏകാന്ത സ്ഥലത്ത് ഉപവിഷ്ടനായി ഇതം ച ഇതും ഉവാച അരുളി ചെയ്തു. ധർമ്മം എന്തെന്ന് അറിയുന്നവൻ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. അപ്രകാരം അസ്വസ്ഥനായ ഋഷി ധർമ്മസാരം അറിയാവുന്നതിനാൽ തൽക്ഷണം ആലോചന നിമഗ്നനാകുകയും സ്വയം ഇപ്രകാരം ആരായുകയും ചെയ്തു. അതിന്റെ ഭാവാർത്ഥം ശ്രീ രഞ്ജിനി മാതാജി. മാതാജി അവൈലബിൾ ആണോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം. ജയ് ശ്രീലപ്രഭാത്. ഋഷി തന്റെ മനസ്സ് അസന്തുഷ്ടമാകാൻ ഹേതുവെന്തെന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. മനസ്സ് സന്തുഷ്ടമായില്ലെങ്കിൽ പരിപൂർണത ഒരിക്കലും പ്രാപ്തമാകുകയില്ല. ഈ മനസ്സംതൃപ്തി ഭൗതിക വസ്തുക്കൾക്ക് ഉപരിയായി അന്വേഷിച്ച് കണ്ടെത്തണം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഈ വ്യാസദേവൻ എന്താണ് അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് അല്ലെ? അദ്ദേഹത്തിന് ധർമ്മസാരം ഒക്കെ അറിയുകയും ചെയ്യാം അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ തൽക്ഷണം ആലോചന നിമഗ്നനാകുകയും ചെയ്തു. സ്വയം ഇപ്രകാരം ആരായുകയും ചെയ്തു. അത് എപ്രകാരമാണ് നമ്മൾ കാണാനായിട്ട് പോവാണ്. ഒരാൾക്ക് മനസ്സിന് അസന്തുഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? നമ്മൾ ഇപ്പം ചെറുതായിട്ട് ഓഫീസിൽ നിന്ന് നമ്മളെ ഒരു ശകാരം വരുവോ, അല്ലെങ്കിൽ വീട്ടിലെ നമ്മള് ചെയ്യാനായിട്ട് നമ്മള് അറിയാത്ത ഒരു കാര്യത്തിൽ നമുക്കെതിരെ ഒരു ആരോപണം വരികയോ, അതുപോലെ തന്നെ നമ്മളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അസന്തുഷ്ടമാണ്. നമുക്ക് ഭഗവാനിലേക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നേരെ ചൊവ്വേ ജപിക്കാണ്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആരതി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ മെക്കാനിക്കലി ആരതി ചെയ്യും. ആരതിയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താണ് മനസ്സവിടെ ഇല്ല. എനിക്ക് കാര്യം എന്താണ്, ചിലപ്പം ഒരു ഫോൺ കോളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മള് പ്രക്ഷുബ്ധമാകും. അല്ലെങ്കിൽ നാട്ടിലെ കാര്യം, അച്ഛൻ്റെ അമ്മയുടെയും കാര്യം എന്തെങ്കിലും ഓർക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം അവിടെ ആരും ഇല്ലല്ലോ അവരെ നോക്കാനും കൊണ്ടുപോകാനും, അങ്ങനെയൊക്കെ പല പല ചിന്തകളാണ്. അതുപോലെ തന്നെ പ്രോജക്റ്റിലെ ആൾക്കാരെ ടെർമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, യുദ്ധം വരുന്നു,
ഈ സമയങ്ങളിലൊക്കെ നമുക്ക് മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ ആരതിയും ചെയ്തുകൊണ്ട്. അപ്പൊ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ വരുന്ന അസ്വസ്ഥമാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്തണം എന്നുള്ള ആ ഒരു ചോദ്യം വരുമല്ലോ. മനസ്സിനെ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്തണം? അപ്പൊ ആ പിടിച്ചു നിർത്താനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നത് കൊണ്ടും ഈ ശ്രീമദ് ഭാഗവതവും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതുകൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവത് കഥകൾ തന്നെയാണ് ഈ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് ഏറ്റവും വലിയ നമ്മളെ ഭഗവത് കഥകളിലേക്ക്, ഭഗവാന്റെ ലീലകളിലേക്ക് എന്താണ് ഒരു വലിയ റോപ്പ് ഇട്ടിട്ട് കെട്ടി വെക്കുക നമ്മളുടെ മനസ്സിനെ, അല്ലെ? അതെങ്ങനെ പറ്റും? ഭഗവാന്റെ കഥകളിലേക്ക് നമ്മുടെ മനസ്സിനെ ഉടക്കിയിടുക. ഭഗവാന്റെ കഥാശ്രവണം, ലീലാശ്രവണം. ഞാൻ 3 പ്രാവശ്യം പറയാണ് എന്ന് പറഞ്ഞാൽ അതാണ് പരമസത്യം. നമ്മൾ ഭഗവാന്റെ കഥകളിലേക്ക് നമ്മൾ മനസ്സിനെ പിടിച്ച് വലിച്ച് കെട്ടി ഉടക്കി അവിടെ ഇടുക, കടും കെട്ടിട്ട് വെക്കുക അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ കഥകളുടെ ഒരു ഓർമ്മയും ആ കഥകളിൽ ഇരിക്കുന്ന പൊട്ടൻസി, ഭഗവാനും ഭഗവാന്റെ ലീലകളും തമ്മിൽ ഭഗവാന്റെ രൂപവും ഭഗവാന്റെ വിഗ്രഹവും ഭഗവാന്റെ ധാമങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യലീലകളും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെ ഭഗവാന്റെ നാമവും ശ്രീമദ് ഭാഗവതവും ഭഗവാന്റെ വാണിയും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അല്ലെ? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഭഗവാന്റെ നാമവും ഭഗവാനും എന്താണ്? ഒന്നിനൊന്ന് പൊട്ടൻസിയാണ്, ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകളും അതുപോലെ തന്നെയാണ്. അപ്പൊ ആ ലീലാസ്മരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന് അത് ശാന്തി കൊടുക്കാതിരിക്കത്തില്ല. എത്ര പ്രക്ഷുബ്ധമായുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഭഗവാന്റെ ലീലകളിലേക്ക് നമ്മൾ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക, ആ ലീലകളിലൂടെ നമ്മൾ ജീവിക്കുക. നമ്മള് മനസ്സ് ആരതി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സ് എന്ത് ചെയ്യും? നമ്മൾ നാട്ടിലെ അവിടെയൊക്കെ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ ലീലയിൽ ഭഗവാന്റെ ഗോവർദ്ധന ലീല നമ്മൾ കാണുകയാണെന്ന് ഓർത്തു ആരതി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നാമം ജപിക്കുന്ന സമയത്ത്. ഭഗവാൻ ഗോവർദ്ധനം ഇടത് കൈയിലെ 7 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ എന്റെ ഇടത് വശത്തുള്ള ഇടത് കൈയിലെ ചെറുവിരലിന്റെ നഖത്തേല് ഭഗവാൻ ഒരു പപ്പ എടുത്ത് ഉയർത്തുന്ന ലാഘവത്തോടുകൂടി ഉയർത്തി പിടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാരും ഗോവർദ്ധനത്തിന്റെ താഴ്വരയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ മഴ ഇങ്ങനെ വരുന്നു. ഇതെല്ലാം നമ്മൾ കാണുക, നമ്മൾ അനുഭവിക്കുകയാണ്. മഴ വരുന്നു, എറിച്ചിലടിക്കുന്നു. അപ്പൊ കുറച്ച് തണുപ്പെടുത്ത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാനെ നമ്മൾ ആ ഒരു സൗന്ദര്യം മുഴുവൻ ഭഗവാന്റെ ശരീരത്തിലെ ആസ്വദിക്കുന്നു. ഭഗവാന്റെ കേശാദിപാദവും പാദാദികേശവും നമ്മൾ ആ ഭഗവാനെ ഒഴിയുന്നു. അങ്ങനെ ആ ഒഴിഞ്ഞ് നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ഒരു നാണക്കേട് ഉണ്ടാകുന്നു. ഭഗവാനെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒന്ന് ആടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഒന്ന് ആടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാരും അവിടെ ഇരിക്കുന്ന ഓരോ വടി, പശുക്കളെ മേയ്ക്കുന്ന വടി സ്റ്റിക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളെല്ലാം ഈ ഗോവർദ്ധന പർവ്വതത്തെ താങ്ങി നിർത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ കാരണമാണ് ഈ പർവ്വതം താങ്ങി നിർത്തുന്നതെന്നല്ലേ? ഭഗവാനെ നമ്മൾ സഹായിച്ചു, ഭഗവാന്റെ ലീലയിൽ നമ്മൾ ഭഗവാനെ സഹായിച്ചു. പക്ഷെ ഭഗവാൻ അറിയാം ഭഗവാനാണ് ഇത് താങ്ങി നിർത്തുന്നതെന്നും മറ്റുള്ളവർക്കൊക്കെ ഭഗവാൻ ഒരു അവസരം കൊടുത്തതാണെന്ന് പറയും. പക്ഷെ ഭഗവാന്റെ കൂട്ടുകാർ പറയുന്നതാണ്, ഞങ്ങളില്ലായിരുന്നെങ്കിൽ, അവരൊക്കെ പറയാണ്, ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇതിപ്പോ താന്നു പോയേനെ. കാര്യം അവരുടെ റോൾ അവിടെ ഒന്നും ഇല്ലെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യാണ്? എൻജോയ് ചെയ്യാണ് അല്ലെ? ഭക്തന്മാർക്ക് അതുപോലെ നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്യണം. ഭഗവാന്റെ കൂടെ നിന്ന് ഈ കാലികളെ മേയ്ക്കുന്ന വടി ഇങ്ങനെ ഊന്നി പർവ്വതത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തി നമ്മളാണ് ഈ വെയിറ്റ് താങ്ങുന്നുള്ള രീതിയിൽ നിൽക്കുക. അതിനുശേഷം എന്താണ്? നമ്മള് ഓരോരോ കഥകള് ഭഗവാനുമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നിന്ന് അവസാനം മഴയെല്ലാം മാറി ഗോവർദ്ധന പർവ്വം എടുത്ത് താഴെ വെക്കുന്നു. എന്നിട്ട് ഭഗവാൻ തന്നെ ഗോവർദ്ധനമായിട്ട് വരുന്നു. ഇപ്പൊ ചപ്പൻ ഭോഗം ഉണ്ടാക്കി. നമ്മൾ ആ ചപ്പൻ ഭോഗിന്റെ വിഭവങ്ങളൊക്കെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് എന്താണ് അതെല്ലാം ഇങ്ങനെ അടുപ്പെല്ലാം പൂട്ടി അവിടെ വെച്ച് വേവിച്ച് കറികളെല്ലാം ഉണ്ടാക്കി 56 വിഭവങ്ങൾ എണ്ണി ഭഗവാന്റെ മുൻപിൽ കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ ഗോവർദ്ധനം അത് ഭക്ഷിക്കുന്നു. എന്നിട്ട് തിരിച്ച് പ്രസാദമായിട്ട് ഇത് കൊടുക്കുന്നു. അത് നമ്മൾ ഭക്ഷിക്കുന്നു, നമ്മളെടുത്ത് ഭഗവാന് കൊടുക്കുന്നു, വായിൽ വെച്ച് കൊടുക്കുന്നു, നമ്മൾ ഭക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള എന്താണ് നമ്മൾ ഡ്രമാറ്റിക് ആയിട്ട് ആ ഒരു സമയത്ത് ചെയ്യാം. നാമം ജപിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആരതി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മനസ്സ് നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോവാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ലീല ഒരു ദിവസം എടുക്കുക. ആ ലീലയിൽ കൂടെ നമ്മൾ തന്നെ കഥകൾ ഉണ്ടാക്കി പോവുക. ആ സമയത്ത് അവിടെ സംഭവിച്ച പോലെ നമുക്ക് കിട്ടിയ സേവയും നമ്മൾ ഭഗവാനെ എങ്ങനെ സേവിച്ചു എന്നുള്ള രീതിയിൽ ഭഗവാന്റെ കൂടെ അങ്ങ് ജീവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്? ആ ലീലയും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു
ഉണർവ്, ആശ്വാസം, നമുക്കൊരു മനസ്സമാധാനം ഇതിന് ശേഷം ഉണ്ടാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ ലീല മനസ്സിൽ വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് എന്താണ്? ഹിയറിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിയറിങ്, കേൾക്കുക, ശ്രവണം, കഥാശ്രവണം. കഥ എന്താണ്? ആധികാരികമായിട്ടുള്ള ആചാര്യന്മാർ പറയുന്നതിൽ നിന്ന് ആ ഭഗവാന്റെ ലീലകൾ കേൾക്കുക. ആ ലീലകൾ കേട്ടിട്ട് എന്ത് ചെയ്യണം? അത് എന്താണ് നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് എക്സ്പാൻഡ് ചെയ്യണം. ലീല ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു 10 മിനിറ്റിനുള്ള ഒരു കഥയായിരിക്കും. നമ്മൾ അത് വലിച്ചു നീട്ടി 1 മണിക്കൂർ ആക്കാൻ പറ്റുമെങ്കിൽ അത്രേ 1 മണിക്കൂർ ആക്കുക. എത്ര സമയമാണ് നമ്മൾ ജപിക്കുന്നത് അത്രയും നേരത്തേക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് വലിച്ചു നീട്ടുക. എന്നിട്ട് ആ ലീലയിൽ നമ്മൾ ജീവിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നോട് വിവരം പറയുക. അതിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ, ഫലമുണ്ടോ എന്ന് പറയുക. ഓരോരുത്തരും നിങ്ങൾ നോക്കുക. അല്ലാതെ എനിക്കറിയാം, നമ്മൾ 16 റൗണ്ട് ഞാൻ റഡാർ ചാൻഡിങ് ചെയ്തിട്ടുണ്ട്. എന്തൊരു കാര്യം, നമ്മൾ ആ സമയത്ത് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അത്രയും നല്ലത്. 16 റൗണ്ട് ജപിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കൗണ്ട് കൊടുക്കും. നമ്മൾ ഓരോ ദിവസം ഇത്ര ജപിച്ചെന്ന് പറഞ്ഞ് നമ്മൾ അധികാരികളൊക്കെ ചോദിക്കുമ്പോൾ ഇത്ര റൗണ്ട് ജപിച്ചു എന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? പേരിന് ജപിക്കും. കാര്യം പേരിനാണെങ്കിൽ ഭഗവാന്റെ നാമത്തിന് പൊട്ടൻസി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചല്ലേ. നമ്മള് എന്താണ്? അഡ്രസ് ഇല്ലാതെ ഒരാളെ വിളിക്കുന്ന മാതിരിയല്ലേ. നമ്മൾ ജപിക്കുന്നുണ്ട്, മെക്കാനിക്കലി ജപിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് എവിടെയല്ല, മനസ്സ് എവിടെയോ ആണ്. എന്തെല്ലാം ജോലി ചെയ്തുകൊണ്ടും ഇതിന്റെ ഇടയ്ക്കും ഒക്കെ നാമം ജപിക്കുന്നു അല്ലെ. എന്ത് കാര്യം അല്ല. ആ സമയത്ത് നമ്മൾ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഉറക്കം തൂങ്ങലിൽ നിന്ന് നമ്മളെ എങ്കിലും അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടും. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് എന്താണ് നിങ്ങൾ മാറി ചിന്തിച്ചു നോക്കൂ. അപ്പൊ അതിന്റെ ഫലവും തരും. അപ്പൊ അങ്ങനെ എപ്പം നമ്മളുടെ മനസ്സിന് സ്വസ്ഥമല്ലാതിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ആരെയായിരിക്കും നമ്മൾ ഒരാൾ ഉപദേശിക്കാൻ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആലോചിക്കും അല്ലെ. നല്ലൊരു ഉപദേശം തരുന്ന ഒരാള് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് പറയാമായിരുന്നു. എന്റെ ഈ സന്തോഷമില്ലാത്ത അവസ്ഥ എനിക്ക് തന്നെ അറിയത്തില്ല. എന്തുകൊണ്ടാണ് എന്റെ മനസ്സിങ്ങനെ അശാന്തിയായി പോകുന്നത്? ആ സമയത്ത് ആരെങ്കിലും ഒരാള് എന്നെ സഹായിക്കാൻ എത്തിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വ്യാസദേവനും ആഗ്രഹിച്ചു പോകാതിരിക്കില്ല അല്ലേ. ഹരേ കൃഷ്ണ. അടുത്തത് ശ്ലോകം 28-29. ധൃതവ്രതേന ഹിമയാ ചന്ദാംസി ഗുരവോഗ്നയാ മാനിതാ നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം ഭാരതവ്യപദേശേന ഹ്യാമ്നായാർത്ഥശ്ച പ്രദർശിതഃ ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീത് ശൂദ്രാഭിരപ്യുതാം ധൃതവ്രതേന ഹിമയാ ചന്ദാംസി ഗുരവോഗ്നയാ മാനിതാ നിർവ്യൂളീകേന ഗൃഹീതം ചാനുശാസനം ഭാരതവ്യപദേശേന ഹ്യാമ്നായാർത്ഥശ്ച പ്രദർശിതഃ ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീശൂദ്രാഭിരച്യുതാം. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ധൃതവ്രതേന ഹിമായ ചന്ദാംസി ഗുരുവാഗ്നയാ മാനിതാ നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം ഭാരതവ്യപദേശേന ആമ്നായാർത്ഥശ്ച ദർശിത ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീ ശൂദ്രാദിഭിരപ്യുത. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ധൃതവ്രതേന ഹി മയാ ഛന്ദാംസി ഗുരവോഗ്നയാ മാനിതാ നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം ഭാരതവ്യപദേശേന ഹ്യാമ്നായാർത്ഥശ്ച ദർശിത ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപത തർജ്ജമ ചെയ്ത് ശിലപ്രഭാത് ധൃതവ്രതേന ശിക്ഷണപരമായ കർക്കശ ശപഥത്തിന് വിധേയമായി ഹി നിശ്ചയമായും മയ ഞാൻ മുഖേന ചന്ദാംസി വേദമന്ത്രങ്ങളാൽ ഗുരവഹ ആത്മീയ ആചാര്യന്മാർ അജ്ഞേയ യാഗാഗ്നി മാനിത നേരായവണ്ണ ആരാധിച്ചു നിർവ്യളീകേന കപടഭാവമില്ലാതെ ഗൃഹീതം ച സ്വീകരിക്കുകയും ചെയ്തു അനുശാസനം പാരമ്പര്യ ശിക്ഷണം ഭാരത മഹാഭാരതം വ്യാപദേശേന രചനയാൽ ഹി നിശ്ചയമായി ആംനായ അർത്ഥ ശിഷ്യപരമ്പരയുടെ പൊരുൾ
പ്രദർശിത ഉചിതമായി വിശദീകരിച്ചു. ദൃശ്യതയെ ആവശ്യമായതൊക്കെയാൽ എത്ര എവിടെ ധർമ്മ ആദിഭി ധർമ്മമാർഗം സ്ത്രീ ശൂദ്ര ആദിഭി അഭി സ്ത്രീകൾ ശൂദ്ര തുടങ്ങിയവരാൽ പോലും ഉത അഭിസംബോധന ചെയ്യുന്നു. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. ഞാൻ ശിക്ഷണാപരമായ കാർക്കശ്യ ശബദ വിധേയനാകയാൽ വേദങ്ങളെയും ആത്മീയ ആചാര്യനെയും യജ്ഞവേദികളെയും വിനീതമായി ആരാധിക്കുകയും അനുശാസനങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് ശൂദ്രർക്കും മറ്റുള്ളവർക്കും ദ്വിജബന്ധുക്കൾക്കുള്ള ധർമ്മമാർഗം ദർശിക്കാൻ സാധ്യമാകുന്ന മഹാഭാരത വർണ്ണനകളിലൂടെ ഞാൻ ശിഷ്യപരമ്പരയുടെ പൊരുൾ ദൃശ്യമാക്കുകയും ചെയ്തു. അതിന്റെ ഭാവാർത്ഥം ജ്ഞാനമയ മാതാജി. മൈക്ക്. പ്രഭാത് കീഴേ കാർക്കശ്യമായ ശിക്ഷണ ശബ്ദങ്ങൾക്ക് വിധേയനാകാതെയും ശിഷ്യ പരമ്പര ശ്രേണിയിൽ ഉൾപ്പെടാതെയും ആർക്കും വേദങ്ങളുടെ പൊരുൾ ഗ്രഹിക്കാൻ സാധ്യമല്ല. വേദങ്ങൾ, ആത്മീയ ആചാര്യന്മാർ, യാഗാഗ്നി എന്നിവയെ മോക്ഷം ആഗ്രഹിക്കുന്ന പരീക്ഷാർത്ഥി നിശ്ചയമായും ആരാധിക്കണം. സ്ത്രീജനങ്ങൾ, ശൂദ്രർ, ബ്രാഹ്മണ കുലത്തിലെ അയോഗ്യരായ അംഗങ്ങൾ, ക്ഷത്രിയർ അഥവാ ഉള്ളവർ എന്നിവർക്ക് മനസ്സിലാകുന്നതായി വേദവിജ്ഞാനത്തിലെ സർവവിധ സങ്കീർണതകളെയും ക്രമാനുഗതമായി മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ യുഗത്തിൽ യഥാർത്ഥ വേദങ്ങളെക്കാളും അതിരേകമായ പ്രാധാന്യം മഹാഭാരതത്തിനാകുന്നു. കൃഷ്ണ. അപ്പം വേദവ്യാസമുനി ചിന്തിക്കുകയാണല്ലേ, എന്റെ മനസ്സിങ്ങനെ അസ്വസ്ഥമാകാൻ കാര്യം എന്താണ്? ഞാനിങ്ങനെ എന്റെ ഗുരു ആചാര്യ പരമ്പര പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അതേപടി ഫോളോ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഈ ശൂദ്രർക്കും സ്ത്രീകൾക്കും വൈശ്യർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള മഹാഭാരതത്തിന്റെ രചനകൾ നടത്തുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് മുഴുവൻ കഥകളല്ലേ. അപ്പൊ ഈ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്നിട്ടും എനിക്കൊരു എഴുതിയിട്ട് ഒരു തൃപ്തി വരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് അദ്ദേഹം ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ കണ്ട ആ കാര്യങ്ങളിൽ ശൂദ്രർ, ബ്രാഹ്മണർ, അതിലേക്ക് ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. കാര്യം അത് ഇനി വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം. ആദ്യമേ കയറാത്ത രാധിക മാതാജിക്കും അപർണ മാതാജിക്ക് ആ ഒരു പോർഷൻ മിസ്സായി പോയി. കാരണം അതിന്റെ ഭാവാർത്ഥം എങ്ങനെയാ ഇംഗ്ലീഷിന്റെ കിട്ടുവാണെങ്കിൽ അപർണ മാതാജി വായിക്കുക. അതിന്റെ ഒരു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും എന്താണെന്ന് അതിന്റെ ഭാവാർത്ഥം. കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗർഭോധാന സംസ്കാരവും പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ, ശൂദ്രരെ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ തരം തിരിച്ചെന്ന്. കാര്യം ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളിപ്പം നമ്മളുടെ നാട്ടുമ്പുറത്തുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു സാഹിത്യകാരന്റെ അടുക്കൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇത് മുഴുവനും എന്താണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതാണ്, അതുപോലെ തന്നെ ശൂദ്രന്മാരെ അവഹേളിച്ചുകൊണ്ടാണ് എന്നൊക്കെയാ പറയുന്നത്. നമ്മൾക്കറിയാം നമ്മളെല്ലാവരും ശൂദ്രന്മാരാണ് കലിയുഗത്തിലുള്ള എല്ലാവരും അല്ലേ. പക്ഷെ അത് വിവരമില്ലാത്ത അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? സ്ത്രീകൾക്കെതിരെ മുഴുവൻ അസംബന്ധമാണ് പറയുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്ത്രീകൾ ആരും എന്താണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കാൻ പറ്റില്ല. കാര്യം അവർക്കെതിരെയുള്ള ആക്ഷേപമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറയും. പക്ഷെ എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് എന്താണ് നല്ലൊരു ആചാര്യൻ നമുക്കത് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി. ആരാണ് ദ്വിജൻ എന്നുള്ളത് നമുക്കറിയാമായിരുന്നു ഇത്രയും നാളും. ദ്വിജൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 2 ജന്മം എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ബ്രാഹ്മണ ബന്ധു എന്ന് പറയുന്നത്. ഒരു ബ്രാഹ്മണന്റെ മകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രാഹ്മണ ബന്ധു എന്നേ പറയുള്ളൂ അല്ലെ. ശരിക്കും ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടർ ആകണം നിർബന്ധം വല്ലതും ഉണ്ടോ? അദ്ദേഹം MBBS എടുത്തു കഴിഞ്ഞാൽ MBBS ഡോക്ടർ ആകും അല്ലെ. നമുക്കറിയാമല്ലോ അങ്ങനെ ഏതൊരു തൊഴിലിൽപ്പെട്ട ആളും നമുക്കറിയാം. പണ്ടൊക്കെ ആശാരിമാരുടെ മക്കൾ ആശാരിമാരായിട്ട് തന്നെയുള്ളു. ഇപ്പം എന്താണ് അവരും എന്താണ് വിദ്യാഭ്യാസമൊക്കെ എടുത്തു പോയി. പണ്ട് കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ തൊഴിൽ ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയല്ല അല്ലേ. മേസന്റെ മകൻ മേസന്റെ പണി, മൂശാരിയുടെ മകൻ മൂശാരി ചെയ്യുന്നു, കൊല്ലപ്പണിക്കാരന്റെ മകൻ കൊല്ലപ്പണി ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു പണ്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലേ. പണ്ട് അതൊരു കുലത്തൊഴിൽ പോലെ പോയിക്കൊണ്ടിരുന്നെങ്കിലും ഒരു ഡോക്ടറുടെ മകൻ ഒരിക്കലും ഡോക്ടർ ആകില്ല എന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ മകൻ ഒരിക്കലും ബ്രാഹ്മണനാകുന്നില്ല. ബ്രഹ്മത്തെ അറിഞ്ഞവനും അതുപോലെ തന്നെ ആ കുട്ടി ഉണ്ടായത് എങ്ങനെയായിരിക്കണം, ഗർഭോധാന സംസ്കാരം വഴി ഉണ്ടായതാണെങ്കിൽ മാത്രമേ അവനൊരു ബ്രാഹ്മണനാകുന്നുള്ളൂ. വേദം കേൾക്കാനും അതുപോലെ തന്നെ വേദത്തെ പറ്റി അറിയാനും അവന് സാധിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ അതിനുള്ള ബുദ്ധി കൂർമ്മത ഉണ്ടാകുന്നത് ഇതേ രീതിയിലുണ്ടായ പുത്രന്മാർക്കാണ്. അവർ വീണ്ടും ഉപനയനം ചെയ്യുമ്പോൾ എന്താണ് ദ്വിജനായി മാറി. രണ്ടാമത്തെ ഉപനയനം, രണ്ടാമത്തെ ജന്മം. കൃഷ്ണ പ്രഭു ഞാൻ ഒന്ന് ഇറങ്ങാണ്. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. അപ്പം നമ്മള് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞു വന്നത് ഗുരു ശിഷ്യ പരമ്പരകള് കൂടെ നമ്മൾ പോകുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിന്റെ അടുക്കൽ പോയി നമ്മൾ ഗുരുകുലത്തിൽ പോയിട്ടാണല്ലോ വിദ്യാർത്ഥികളൊക്കെ ചേർക്കുന്നത്, അല്ലെ? ഗുരുകുലത്തിൽ ചേർത്ത് ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മള് ശിഷ്യന്മാര് അനുവർത്തിച്ചു പോരുന്നു, അല്ലെ? ഗുരു എന്ത് പറഞ്ഞു കൊടുത്താലും അത് ചെയ്യുന്നു, അല്ലെ? അപ്പം എന്താണ്, അതിനുശേഷം ഗുരുവിന് ഒരു ദക്ഷിണ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് പോരുന്നത്, അല്ലെ? അങ്ങനെയാണ് വിദ്യയെല്ലാം സ്വായത്തമാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ നോട്ട് ബുക്ക് എഴുതുന്ന പരിപാടിയൊന്നും ഇല്ല, എല്ലാം എന്താണ് ശ്രവണത്തിൽ കൂടിയായിരുന്നു ഇവർ മനസ്സിലാക്കുന്നത്. അത്ര ഇന്റലിജൻസ് ആണ്. നമുക്കിപ്പോ 4, 3, 7 കൂട്ടാനായിട്ട് നമ്മൾ മൊബൈൽ എടുത്ത് ആ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല 4, 3, 7 ആണെന്ന്. ആ ഒരു യുഗത്തിലേക്ക് അല്ലെ എയോട് ചോദിക്കണം, അല്ലെ? ഒരു വോയിസ് മെസ്സേജ് ഇട്ട് ജെമിനിയോ അല്ലെങ്കിൽ ചാറ്റ് GPT തുറന്നിട്ട് 4+3 = എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവര് 7 റിപ്ലൈ തരും നമുക്ക്, അല്ലെ? ആ ഒരു രീതിയിലേക്ക് ആയി മാറി നമ്മളുടെ ആ ഒരു യുഗം പുരോഗമിച്ചു പോരുന്നതനുസരിച്ചിട്ട് അങ്ങനെ ആയിപ്പോകും. ശാസ്ത്ര സാങ്കേതിക വിദ്യകള് വികസിക്കും തോറും നമുക്ക് സൗകര്യമായി വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്താണ് ഇടുങ്ങി താഴേക്ക് വരുന്നു. ഒരാൾക്ക് മെമ്മറി എന്ന് പറഞ്ഞ സംഭവം വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആണല്ലോ നമ്മൾ ഈ നോട്ട് എഴുതിയെടുക്കുന്നതല്ല. അപ്പൊ ഈ ഗുരു ദക്ഷിണ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾക്കറിയാം. ഭഗവാൻ ഗുരുവിന്റെ സംപ്രീതിപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ എന്താണ് ചെയ്തത്? സന്ദീപനി മഹർഷിയുടെ ഗുരുദക്ഷിണ മഹർഷി ചോദിക്കാതെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലെ? അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്താണ് ഗുരുദക്ഷിണ കൊടുത്തത്? വിശ്വാമിത്ര മഹർഷിക്ക് എന്താണ് അദ്ദേഹത്തിന് യാഗങ്ങളിൽ രക്ഷിച്ചു തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാരീച സുബാഹുക്കളെ ഓടിക്കാനായിട്ട് എന്ത് ചെയ്തു? പിന്നെ താടക അവിടെ മുഴുവൻ അസ്ഥി കൂട്ടിക്കൊണ്ടിരുന്ന താടകയെ വധിക്കാനും ഒക്കെ സഹായിച്ചു, അല്ലെ? അപ്പൊ അതൊരു ഗുരുദക്ഷിണയായിട്ടാണ് കൊടുത്തത്, അല്ലെ? അപ്പൊ ഓരോ നമ്മൾ പുരാണത്തിൽ നമ്മൾ മേൽപ്പത്തൂറിന്റെ കാര്യം അറിയാം, അല്ലെ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് എങ്ങനെയാ വാദം വന്നത്? അദ്ദേഹം ഗുരുദക്ഷിണയായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വാദരോഗം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഈ വാദരോഗം പോലത്തെയുള്ള അസുഖങ്ങളിൽ ഇപ്പൊ നിങ്ങൾക്ക് വാദരോഗത്തിന്റെ പീഡയാൽ അനുഭവിക്കുന്ന ആരോടെങ്കിലും സഹാനുഭൂതി തോന്നുവാണെങ്കിൽ അവരോട് ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സന്തോഷമായി നിങ്ങളുടെ വാദരോഗം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാദരോഗം നിങ്ങളിലേക്ക് വരും. വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കൂ, താല്പര്യമുള്ളവരാരെങ്കിലും നാരായണീയം ചൊല്ലാൻ പറഞ്ഞാൽ മതി പ്രഭു. നാരായണീയം ചൊല്ലാൻ പറഞ്ഞാൽ വാദരോഗം മതി, മാറും. അത് മടിക്കണ്ട. അല്ല, നമുക്ക് മറ്റൊരാളോട് അത്ര സഹാനുഭൂതി തോന്നുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത്രയ്ക്ക് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ, അല്ലെങ്കിൽ നാരായണീയം ചൊല്ലിയാൽ മതി. നാരായണീയം ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ സർജറിയിൽ നിന്ന് രക്ഷപ്പെട്ട എത്ര പേരുടെ അനുഭവം ഉണ്ട്. ഖത്തറിലുള്ള ഒരു മാതാജി ഒരു ഇത് കണ്ടായിരുന്നു ഞാൻ യൂട്യൂബ്. ആ മാതാജിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ മാതാജിക്ക് സർജറി വേണ്ട കാര്യം സ്കാൻ ചെയ്ത് എല്ലാം വേണ്ടത് ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാണ്. പിന്നീട് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ സംഭവങ്ങളൊന്നും ഇല്ലാതെ നാരായണീയം ജപിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നാരായണി എഴുതിയ ആൾക്ക് വേറൊരു സംഭവം ഉണ്ട്. അദ്ദേഹത്തിന് വീണ്ടും ജനിക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ സങ്കടത്തോടു കൂടി. നമുക്ക് അറിയില്ല അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ആൾക്കാർ ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഉടനീളം എഴുതിയിരിക്കുന്ന എന്റെ വാദരോഗം മാറ്റണേന്നാണ്, അല്ലെ? എനിക്ക് മോക്ഷം തരണേ എന്നല്ല പറയുന്നത്, അല്ലെ? എന്റെ വാദരോഗം മാറ്റണേ ഭഗവാനെ എന്നാണ് ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും അവസാനം പറഞ്ഞുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാദരോഗം മാറ്റി കൊടുത്തു. മോക്ഷം ചോദിച്ചിട്ടേ ഇല്ല ഭഗവാനോട് ആദ്യന്തം. അതുകൊണ്ട് വീണ്ടും മോക്ഷത്തിന് വേണ്ടിയിട്ട് ജനിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്, അല്ലെ? ഭഗവാനെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കാണ്ട് പാടില്ല. മറ്റു ദേവീദേവന്മാരെ ആശ്രയിക്കാം, പക്ഷെ ഭഗവാനെ ഭഗവാന് കൃഷ്ണപ്രേമം തരാൻ വേണ്ടിയിട്ട് മാത്രമേ ഭഗവാനോട് ചോദിക്കാൻ പാടുള്ളൂ, കൃഷ്ണനോട്, അല്ലെ? മറ്റുള്ള ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ചിലപ്പോൾ ഒരു പക്ഷെ തരുമായിരിക്കും, അല്ലെ? മറ്റു ദേവീദേവന്മാരിൽ കൂടെ ഒക്കെ എങ്ങനെയും സാധിപ്പിച്ചു തരുമായിരിക്കും സംഭവങ്ങള്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? അത് നമുക്കത് ചിലപ്പോൾ ഒരുപക്ഷെ അത് വിനയായിട്ട് വരും. ഇപ്പൊ മേൽപ്പത്തൂറിന്റെ കാര്യം അറിയാം. മേൽപ്പത്തൂറിന് നാരായണം വായിച്ച് നമ്മൾ അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ
നമ്മൾ രക്ഷപ്പെടുന്നു. ആ മേൽപ്പത്തൂറിന് എന്താണ് പറ്റിയത്? വീണ്ടും ജനിക്കേണ്ടി വന്നു, മോക്ഷം കിട്ടിയില്ല. കാര്യം മോക്ഷത്തിന്റെ കാര്യമൊന്നും അദ്ദേഹം ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. അപ്പൊ അങ്ങനെ ആണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ നമ്മള് ആ ഗുരുവിന്റെ തൃപ്തി എന്താണോ ആ തൃപ്തിക്ക് അനുസരിച്ചിട്ട് ആണ് എന്താണ് ഒരു ശിഷ്യൻ ഗുരുദക്ഷിണ കൊടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഗുരുവിന്റെ അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ഒരു മനസ്സുകൊണ്ടൊരു കുറച്ച് കൈമാറ്റങ്ങൾ നടത്തില്ല, കുറെ എഗ്രിമെന്റ് ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം. അപ്പൊ ശിഷ്യൻ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ എന്താണ് ഗുരു ആഗതനാകും, ഗുരു ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം ചിലപ്പോൾ ജ്ഞാനാംബിക മാതാജി വിചാരിക്കുന്നുണ്ടാകും അമേരിക്കയിൽ ജനിച്ചു വളർന്ന ജയപതാക സ്വാമി ഗുരുമഹാരാജ് എങ്ങനെ മാതാജി ആ ഗുരുവിന്റെ ശിഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാതാജിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് അറിയില്ല, അപ്പൊ എങ്ങനെ മാതാജി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ അദ്ദേഹത്തിന് 1,00,000-ൽ അടുത്ത് ശിഷ്യന്മാരുള്ള അദ്ദേഹത്തിനോട് എങ്ങനെ മാതാജി സംസാരിക്കും? എന്റെ ഒരു പ്രശ്നം എങ്ങനെ സംസാരിക്കും? എങ്ങനെ സംസാരിക്കും? മാതാജി പറയും. മാതാജി ഫോൺ വിളിക്കുവോ, ഇമെയിൽ അയക്കുവോ, കത്ത് എഴുതുവോ, എന്ത് ചെയ്യും? എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്രഭു. കാരണം ഫോൺ വിളിച്ച അദ്ദേഹം എടുക്കുമോ, പിന്നെ കത്തെഴുതിയാ എടുക്കുമോ, ഒന്നും മലയാളം പറഞ്ഞ അറിയത്തില്ല. അദ്ദേഹത്തിന് നമുക്കറിയാവുന്ന മനസ്സിലാകുവോ എന്നൊക്കെയാണല്ലേ മനസ്സിലാവോ ഒന്നും അറിയത്തില്ല. ആ. ആ ഇതേ ചോദ്യം തന്നെ ദ്വിഭാഷികളാണോയിരിക്കും. തന്നെ അന്ന് ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ നമ്മൾ പ്രവർത്തിച്ചു പോന്നിരുന്ന ആൾക്കാരൊക്കെ ആ ഗുരുവിനോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള ഒരു കൈമാറ്റം നടന്നു, ഗുരുദക്ഷിണ നടത്തിയത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശിഷ്യന്റെ മനസ്സ് എപ്പോ വേദനിച്ചു കഴിഞ്ഞാലും എന്താണ് ഗുരുവിന് അറിയാൻ പറ്റും, ഗുരു ആ സമയത്ത് ആഗതനാകും. അതേ സമയത്ത് ഗുരു അവിടെ എത്തിച്ചേരും, അതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ആരാണ് വരുന്നത് അവിടത്തേക്ക്? നാരദമുനി ആഗതനാകാൻ പോവുകയാണ്. നാരദമുനിയുടെ ആഗമനത്തെ പറ്റിയുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ ജയപതാക സ്വാമിയായിട്ട് ഈ കലിയുഗത്തിൽ എന്താണ് യുഗം വളരെ ഇതായത് കൊണ്ട് നമ്മൾ എന്താണ് ആ ഗുരുവിന്റെ അടുത്തിരുന്നല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഇത്രയും ദൂരെ കൽക്കട്ടയിലാണ് ഗുരു ഇരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഗുരു ഇരിക്കുന്നത് കൽക്കട്ടയില്. അപ്പം ആ ഗുരു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ, ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഗുരുവിനെ അനുസരിച്ചു എന്നുള്ളതാണ് എന്റെ അർത്ഥം. 16 റൗണ്ട് ചാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിക്കുക, ഉപദേശാമൃതം പഠിക്കുക, ഭക്തിരസാമൃത സിന്ധു പഠിക്കുക, ആരതി ചെയ്യുക, 2 നേരമുള്ള ആരതി ചെയ്യുക, 4 യമനിയമങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറയുന്ന അനുസരിച്ച് കഴിയുന്ന ഒരു ശിഷ്യന് എന്താണ് സംഭവം? ആ ശിഷ്യന് തിരിച്ചും ഗുരുവിന് ഉത്തരവാദിത്വമുണ്ട് ആ ശിഷ്യനോട് അല്ലെ. തീർച്ചയായിട്ടും ആ ഗുരു പറയുന്ന അനുസരിക്കുന്ന ഒരു ശിഷ്യന് തീർച്ചയായിട്ടും ആ ഗുരുവിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മളുടെ പാപങ്ങളെല്ലാം സ്വീകരിച്ചിട്ടല്ലേ ഗുരു നമുക്ക് ദീക്ഷ തരുന്നത്. അപ്പൊ പാപങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു ഗുരുവിന് ആ ശിഷ്യനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഗുരു ദീക്ഷാ സമയത്ത് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ നമ്മൾ പാലിക്കണം. എന്താണ്? നമ്മൾ ഇനി അപരാധങ്ങളൊന്നും ചെയ്യില്ല. കാര്യം അപരാധം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നമ്മളെ ഗുരുവിനോട് ചെയ്യുന്ന വലിയ അപരാധമല്ലേ. നമ്മളുടെ എത്രയും നാളത്തെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാവങ്ങള് അദ്ദേഹം ദീക്ഷാ സമയത്ത് സ്വീകരിച്ചിട്ട് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വാക്ക് തന്നിട്ടാണ് നമ്മളോട് ദീക്ഷ എടുക്കാൻ പറയുന്നത്. ദീക്ഷ എടുത്തിട്ട് നമ്മൾ പിന്നെയും അപരാധം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ 1000 മടങ്ങ് കൂടുതലായിരിക്കും ആ ഓരോ അപരാധത്തിനും. മറ്റേത് 1 പോയിന്റ് ഉള്ളെങ്കിൽ ഇവിടെ 1000 പോയിന്റ് ആകും ഒരൊറ്റ അപരാധത്തിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായി, നമ്മൾ അപരാധത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായി, ഒരു വലിയ പ്രതിസന്ധിയാണ്, പരിഹരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? നമ്മൾ ഗുരുവിന്റെ ഫോട്ടോയുടെ അടുക്കൽ മുമ്പിൽ ഇരുന്ന് നമ്മൾ കണ്ണടച്ചിരുന്ന് ഗുരുവിനെ ധ്യാനിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾ പറയുക. അപ്പം ഇതെങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗുരു തരുന്നതെന്ന് അതിനുശേഷം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും എന്ന് നമ്മുടെ ആചാര്യന്മാര് ഒരു ചോദ്യോത്തരത്തിന് ഉത്തരമായിട്ട് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പൊ ആ ഗുരു തന്നെ അതിന് പരിഹാരം, ചിലപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ ഒരാളുടെ ഫോൺ കോൾ ആയിരിക്കാം, ചിലപ്പം എന്താണ് ഗുരുവിന്റെ ഒരു ഇമെയിൽ ആയിരിക്കാം, ചിലപ്പം ആ മായാപുര അവരുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ ആയിരിക്കാം. ഏത് രീതിയിലാണ് ഗുരു നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഗുരു പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അനുസരിക്കാൻ പഠിക്കണം. അനുസരിച്ചിട്ട് നമ്മൾ അതേപടി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഗുരുവിനോട് നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംവദിക്കാൻ സാധിക്കും. ഗുരു അതിന് ഉത്തരം തരും.
എങ്ങനെയാണ് ഗുരുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തുറന്ന് സംസാരിക്കുക ഗുരുവിന്റെ ഫോട്ടോയുടെ അടുക്കൽ മുൻപിൽ പോയിരുന്നിട്ട്. അല്ലെങ്കിൽ എന്താണ്, ഒരു കത്ത് എഴുതുക മായാവൂർക്ക്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇമെയിൽ അയക്കുക ജവദാസ് സ്വാമിയുടെ എന്താണ് ഇമെയിൽ അഡ്രസ്സിലേക്ക്. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടിയിരിക്കും. മാതാജിക്ക് മനസ്സിലായല്ലേ? ഇനി ആര് ചോദിച്ചു കഴിഞ്ഞാൽ മാതാജിക്ക് ഉത്തരം പറയാം. ഓക്കെ, ഗുരു നമ്മുടെ അടുത്തില്ലല്ലോ, നമുക്ക് ഇത് പറഞ്ഞു തരാനെന്നുള്ളതിന്റെ യാതൊരു വിഷമത്തിന്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ ജയപ്രകാശ് സ്വാമിയുടെ ഒരു മെയിൽ എനിക്ക് വന്നിരിക്കുന്നത് കണ്ടു. അവരുടെ ഓഫീസിൽ നിന്ന് അയക്കുന്നതായിരിക്കും. മഹാരാജിന് എഴുതാനൊന്നും പറ്റത്തില്ലല്ലോ. മഹാരാജ് പറയുന്നത് ശിഷ്യന്മാര് ടൈപ്പ് ചെയ്ത് അയക്കുന്ന ഒരു മെയിലുണ്ട്. ഞാൻ ഫുള്ള് വായിച്ചില്ല. കാര്യം നമുക്ക് എന്താണ് കൂടുതൽ താല്പര്യം, മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ നോക്കാനായിട്ടാണ്. ഇതിന് താല്പര്യം കുറവാണല്ലോ. നമ്മളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ എന്താണ് മറ്റുള്ള പല കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ആകർഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മുഴുവൻ വായിച്ചില്ല. ഞാൻ 1-2 ലൈൻസ് വായിച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയില്ല. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇമെയിലാ വന്നിരിക്കുന്നത്. അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം ഉണ്ടായിരിക്കും അതിനകത്ത്. ഇനി നാളെ വായിച്ചു നോക്കണം. ഞാൻ ഇപ്പൊ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒന്നുകൂടെ തോന്നി അത് വായിച്ചു നോക്കണം എന്ന്. കാര്യം അറിയാതെ ഗുരു എന്നെ കൊണ്ട് പറയിപ്പിച്ച പോലെ തോന്നുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് എല്ലാവരും എക്സിറ്റ് ആകുന്നതിന് മുൻപ് പത്മമാതാജി കൃത്യം 8 മണിക്ക് ലീവ് ആകുന്ന എന്തോ ഇന്ന് മാതാജി 6 മിനിറ്റ് കൂടുതലിരുന്നു. സോറി മാതാജി, ഞാൻ മാതാജിയുടെ സമയം കൂടുതൽ എടുത്തോണ്ട്. അപ്പം നമുക്ക് ആ 3 പ്രാവശ്യം പുരുഷോത്തമ മാസത്തിലെ ആ പ്രാർത്ഥന ചെയ്യാം. ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ത്രിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി കൂടുതൽ ഞാൻ സമയം നീട്ടുന്നില്ല. കാര്യം ഞാൻ ക്ലാസ് നീണ്ടുപോകുന്ന കാരണം എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വീണ്ടും 1-2 പേർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. നീണ്ടു പോകുന്നു എന്ന് പറഞ്ഞ് 2 മണിക്കൂറിന്റെ അടുത്തെത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സംശയമുള്ളവര് മാത്രം നിൽക്കുക, അല്ലെ പോയിന്റ് പറയാനുള്ളവരും, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. തിരക്കുള്ളവർക്ക്. കാര്യം ഉറങ്ങേണ്ട സമയമായി. നല്ല ഉറക്കം വരുന്ന സമയം അതുകൊണ്ടാണ് ഈ സമയം ബുദ്ധിമുട്ട്. മറ്റേ മനസ്സിലായി. സന്ധ്യയുടെ തിരക്ക്. മാതാജി ലീവ് ചെയ്തോളൂ. ഇപ്പൊ ഉറക്കം. മാതാജി കുഴപ്പമില്ല. കൃഷ്ണ ലീവ് ചെയ്തോട്ടെ. ലീവ് ചെയ്തു. പോയിന്റും ഇല്ല, സംശയം ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ മാതാജി. ക്ലാസ് കഴിഞ്ഞു.